എക്കോക്സി 8 മൊഡ്യൂൾസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അതിൽ സെക്കൻഡ് മൊഡ്യൂളാണ് സെയിൽസ് മൊഡ്യൂൾ. സെയിൽസ് മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. സെയിൽസ് മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫോംസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോംസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെയിൽസ് മൊഡ്യൂളിൻ്റെ അണ്ടറിലാണ്. ഫസ്റ്റ് ഫോമാണ് സെയിൽസ് ഇൻവോയ്സസ് എന്നുള്ളത്. സെയിൽസ് ഇൻവോയ്സസ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും സെയിൽസ് സെർച്ച് എന്ന് പറയുന്നൊരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഒരു ഫോമിൽ നമുക്ക് ഒരു പുതുതായിട്ടൊരു സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ഇൻവോയ്സ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു പേജിൽ കാണാൻ സാധിക്കും. ഈ ഒരു ഡാറ്റ ടേബിളിൽ നമ്മൾ കാണുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൽ പാർട്ടി നെയിം, അതുപോലെ തന്നെ ഓരോ ഇൻവോയ്സിൻ്റെയും റെഫറൻസ് നമ്പർ, ഇൻവോയ്സ് ചെയ്ത ഡേറ്റ്, അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണ്. അതുപോലെ ഓരോ ഇൻവോയ്സിൻ്റെയും ടോട്ടൽ എമൗണ്ട്, പെയ്ഡ് എമൗണ്ട്, അതുപോലെ ബാലൻസ് എമൗണ്ട് എത്രയാണ്, പിന്നെ ഓരോ ഇൻവോയ്സിൻ്റെയും സ്റ്റാറ്റസ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടേബിളിൽ കാണാൻ സാധിക്കും. സ്റ്റാറ്റസ് വൈസ് നമുക്കിപ്പോൾ പെയ്ഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓവർ ഡ്യൂ ഉണ്ടാവും, ക്യാൻസൽഡ് ഉണ്ടാവും. അങ്ങനെ പല ഇൻവോയ്സിൻ്റെയും സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്കിവിടെ കാണാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വ്യൂ ഐക്കൺ ആണ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സിൻ്റെ വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സിൻ്റെ വ്യൂവിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് വരുന്നത് മോർ ഓപ്ഷൻസ് ആണ്. നമുക്കിപ്പോൾ ഓരോ ഇൻവോയ്സിൻ്റെയും മോർ ഓപ്ഷൻസിൽ വരുന്നത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ഇൻവോയ്സിൻ്റെ ഫോമിലേക്കായിരിക്കും പോകുന്നത്. നമുക്ക് എന്തെങ്കിലും കറക്ഷനോ എഡിറ്റോ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വ്യൂ ഐക്കൺ ഉണ്ട്. നമ്മൾ സെയിൽസ് ഇൻവോയ്സിൻ്റെ ഫോമാണ് ഈ ഒരു വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വരുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ടു PDF എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ഇൻവോയ്സിൻ്റെ ഫോർമാറ്റ് നമുക്ക് PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിന്റ് ഓപ്ഷനാണ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വയലറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ നമ്മൾ വയലറ്റ് കളറിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ഇൻവോയ്സ് ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്യാൻസൽഡ് ഇൻവോയ്സസ് നമുക്ക് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ക്യാൻസൽ ചെയ്ത ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അത് റെഡ് കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മെനൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ സെർച്ച് മെനു ഉണ്ട്. അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ നമ്മൾ സെർച്ച് ചെയ്യുന്ന പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ്, ഇൻവോയ്സ് ഡീറ്റെയിൽസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പർട്ടിക്കുലർ ഡാറ്റ ആയിട്ട് മാത്രം നമുക്ക് എടുക്കാൻ സാധിക്കും. സെർച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ കസ്റ്റമറിനെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു കസ്റ്റമർ ഡീറ്റെയിൽസ് മാത്രം നമുക്കിവിടെ ഫിൽറ്റർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓരോ ഇൻവോയ്സിൻ്റെയും സ്റ്റാറ്റസ് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ബൈ ഡേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡേറ്റ് വൈസ് നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡേറ്റ് വൈസ് നമുക്ക് ഇൻവോയ്സ് ഫിൽറ്റർ ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻവോയ്സ് നമുക്ക് ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡയറക്റ്റ് ഡ്രാഫ്റ്റ് അല്ലാതെ സെയിൽസ് ഇൻവോയ്സ് ആയിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഡ്രാഫ്റ്റ് ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഡ്രാഫ്റ്റ് ആയിട്ട് ചെയ്ത ഡീറ്റെയിൽസ് മാത്രം നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്ത ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്ര ഓപ്ഷനാണ് ഈ ഒരു ഫിൽറ്റർ ഓപ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു ന്യൂ സെയിൽസ് ഇൻവോയ്സ് എന്ന് പറയുന്നൊരു മെനു ഐക്കൺ ഉണ്ട്. നമുക്ക് ആഡ് ന്യൂ ക്രിയേറ്റ് ഒരു പുതിയ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെയിൽസ് ഇൻവോയ്സിൻ്റെ ഈ ഒരു മെനു ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു വൗച്ചർ ഫോർമാറ്റ്, ഇപ്പോൾ നമുക്ക് വൗച്ചർ സെറ്റിങ്സിൽ ഒരു പുതിയ വൗച്ചർ ഫോർമാറ്റ്, സെയിൽസിന് വേണ്ടി ഒരു പുതിയ വൗച്ചർ ഫോർമാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോർമാറ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ എനേബിൾ ആയിരിക്കും. ആ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ എക്സ്പോർട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾക്ക് ഈ ഒരു ഡാറ്റ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സിൻ്റെ ഡാറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സലിലേക്കോ മറ്റോ എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നമുക്കിനി ഒരു പുതിയ സെയിൽസ് ഇൻവോയ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു ന്യൂ സെയിൽസ് എന്നുള്ളൊരു മെനു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു സെയിൽസ് ഇൻവോയ്സിൻ്റെ ഫോമിലേക്കായിരിക്കും പോകുന്നത്. ആഡ് ന്യൂ സെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് ഇൻവോയ്സ് എന്നുള്ള ഒരു പുതിയ ഫോമാണ് നമുക്ക് ഇവിടെ ഓപ്പൺ ആവുന്നത്. ഈ ഒരു സെയിൽസ് ഇൻവോയ്സ് ഫോമിൽ നമുക്ക് വേണ്ട ഡാറ്റ ഇൻപുട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് റെഫറൻസ് നമ്പർ ആണ്. ഫസ്റ്റ് റെഫറൻസ് നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കലി
എനേബിൾ ആയിരിക്കും. അതായത് ഓരോ ഇൻവോയ്സിൻ്റെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഇൻവോയ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും റെഫറൻസ് നമ്പർ ആയിട്ട് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡേറ്റ് ആണ്. നമുക്കിവിടെ ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡേറ്റിൽ ഫസ്റ്റ് കറണ്ട് ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ നമ്മളിപ്പോൾ സെറ്റിങ്സിൽ ഫ്യൂച്ചർ ഡേ അലോ ഫ്യൂച്ചർ ഡേറ്റ് എന്ന് പറയുന്നൊരു സെറ്റിങ്സ് ഫംഗ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ഡേറ്റിലും നമുക്ക് ഡേറ്റ് ഇട്ടിട്ട് നമുക്ക് സെയിൽസ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഓർഡർ നമ്പർ ആണ്. സെയിൽസ് ഓർഡർ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡ്, ഡിഫോൾട്ട് പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണോ, ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കിപ്പോൾ ക്യാഷ് സെയിൽസ് ഇൻവോയ്സ് മാത്രം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെറ്റിങ്സിൽ ഡിഫോൾട്ട് പേയ്മെൻറ്റ് മെത്തേഡ് ക്യാഷ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് സെയിൽസ് ആയിട്ട് മാത്രം നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കസ്റ്റമർ ആണ് വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത കസ്റ്റമറിൻ്റെ ലിസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് വേണ്ട കസ്റ്റമർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമറുടെ ഡീറ്റെയിൽസ്, അതായത് ഷിപ്പിംഗ് അഡ്രസ്സ്, അതുപോലെ ഇമെയിൽ ID, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എനേബിൾ ആയിരിക്കും. നമുക്ക് പുതുതായിട്ടൊരു കസ്റ്റമർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആഡ് ന്യൂ എന്ന് പറയുന്ന ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ കസ്റ്റമർ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ടൈം നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റ് ടൈം സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ ഡ്യൂ ഡേറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ കസ്റ്റമറുടെയും ഡീറ്റെയിൽസ്, അതായത് ടാക്സ് ടൈപ്പ് ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ കസ്റ്റമർ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ എനേബിൾ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഐറ്റം റേറ്റ്സ് ആണ്. നമുക്ക് ടാക്സ് ഇൻക്ലൂസീവിലാണോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവിലാണോ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്കിവിടെ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സെയിൽസ് പേഴ്സൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സെയിൽസ് പേഴ്സൺ ആണോ ഈ ഒരു കൺസേൺഡ് സെയിൽസിൽ വരുന്നത് ആ സെയിൽസ് പേഴ്സൺ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി പുതുതായിട്ടൊരു സെയിൽസ് പേഴ്സൺ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആഡ് ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെയിൽസ് പേഴ്സൺ ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസാക്ഷൻ അത് റിവേഴ്സ് ചാർജ് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റിവേഴ്സ് ചാർജ് മെനു ഓപ്ഷൻ എനേബിൾ ചെയ്തിടാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ നെയിം കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് നെയിം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ബാച്ച് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബാച്ചിൻ്റെ അവിടെ നമുക്ക് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബാച്ച് കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് വേണ്ട ഡാറ്റ കാര്യങ്ങൾ, ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ബാച്ച് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ വരുന്നതായിരിക്കും. ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതനുസരിച്ച് തന്നെ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി തന്നെ വരുന്നതായിരിക്കും. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് വേണ്ട ഡാറ്റ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സേവ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻവോയ്സ് നമുക്ക് ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാം. അത് നമുക്ക് ഇൻവോയ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യേണ്ട സമയത്ത് മാത്രം നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യുന്നെടുത്ത് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ ഇനി ഡയറക്റ്റ് ഇൻവോയ്സ് ആയിട്ടാണ് നമുക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇൻവോയ്സ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സേവ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് സെയിൽസ് ഇൻവോയ്സ് വ്യൂയിലേക്കാണ് പോകുന്നത്. സെയിൽസ് ഇൻവോയ്സ് വ്യൂ പേജ് നമുക്ക് കാണാൻ സാധിക്കും. ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിൽസ് വ്യൂ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഒരു സെയിൽസ് വ്യൂവിൽ നമുക്ക് സെയിൽസ് ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. സെയിൽസ് ഇൻവോയ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്, നമ്മളുടെ ഓർഗനൈസേഷൻ അഡ്രസ്സ്, നെയിം കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഏത് ഓർഗനൈസേഷനിലേക്കാണോ ബില്ല് ചെയ്തത് ആ ഓർഗനൈസേഷൻ്റെ ബിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളിവിടെ കാണാം. അതുപോലെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്, ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ്, അതിൻ്റെ ടാക്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇതുപോലെ കുറച്ച് മെനൂസ് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്ന മെനു ആണ് ന്യൂ സെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ന്യൂ സെയിൽ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ഇൻവോയ്സ്, പുതിയൊരു സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോമിലേക്കായിരിക്കും പോകുന്നത്. പുതിയ സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ന്യൂ സെയിൽ ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ സെയിൽ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഫിൽറ്റർ ഓപ്ഷൻ ആണ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണം. അതായത് ഈ കസ്റ്റമർക്ക് നമുക്ക് ഏതൊക്കെ ഇൻവോയ്സ്, എപ്പോഴൊക്കെ സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ സെയിൽസ് ഇൻവോയ്സിൻ്റെ സ്റ്റാറ്റസ് വൈസ് നമുക്ക് ഡീറ്റെയിൽസ് ഫിൽറ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു കസ്റ്റമറുടെ അൺപെയ്ഡ് ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ആക്സസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺപെയ്ഡ് ആയിട്ടുള്ള ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഓരോ സ്റ്റാറ്റസും നമുക്ക് സ്റ്റാറ്റസ് വൈസ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. നെക്സ്റ്റ് വരുന്ന മെനു ഐക്കൺ എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്നതാണ്. ഹിസ്റ്ററി ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ ഒരു ഇൻവോയ്സ്, ഈ ഒരു സെയിൽസ് ഇൻവോയ്സ് ആരാണ് ക്രിയേറ്റ് ചെയ്തത്, അത് ഏത് ഡേറ്റിലാണ്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് മോഡ് എങ്ങനെയായിരുന്നു, എമൗണ്ട് എത്രയാണ്, ഡേറ്റ് ഏത് ഡേറ്റിലാണ് എമൗണ്ട് പേ ചെയ്തത്, ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ ക്രെഡിറ്റ്സ് അപ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ക്രെഡിറ്റ്സ് അപ്ലൈഡിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഇൻവോയ്സിൽ വേറെ ഏതെങ്കിലും ക്യാൻസൽ ചെയ്ത ഇൻവോയ്സിന്റെ, അതായത് സെയിൽസ് റിട്ടേൺ ചെയ്തിട്ട് ആ ഇൻവോയ്സ് ക്യാൻസൽ ചെയ്തതിന്റെ എമൗണ്ട് ഈ ഒരു ഇൻവോയ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ്സ് അപ്ലൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരം ഡീറ്റെയിൽസ് നമുക്ക് ഒരു ഹിസ്റ്ററി ഡീറ്റെയിൽസിൽ കാണാം. നെക്സ്റ്റ് വരുന്ന മെനു ആണ് വ്യൂ ജേണൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. വ്യൂ ജേണൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെയിൽസ് ഇൻവോയ്സിന്റെ ജേണൽ എൻട്രി കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. നമുക്ക് ഈ ഒരു ഇൻവോയ്സിന്റെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണിത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻവോയ്സിന്റെ ഫോമിന്റെ പേപ്പർ സൈസ് ഫോർമാറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് A4 സൈസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ A5 പേപ്പർ സൈസ് ലെറ്റർ, ഈ ഒരു 3 ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോം സൈസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. എഡിറ്റ് മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ഇൻവോയ്സിന്റെ ഫോമിലേക്കായിരിക്കും പോകുന്നത്. നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് എന്തെങ്കിലും കറക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു എഡിറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കറക്ഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി നമുക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പോർട്ട് ടു PDF എന്ന് പറയുന്നൊരു ഓപ്ഷൻ. നമുക്ക് ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് നമുക്ക് PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അതുപോലെ നെക്സ്റ്റ് വരുന്ന മെനു ആണ് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഇമെയിൽ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു കസ്റ്റമർക്ക് നമുക്കിപ്പോൾ മെയിൽ ചെയ്യണം, ഈ ഒരു സെയിൽസ് ഇൻവോയ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മെയിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ ഇൻവോയ്സ് കൂടി നമുക്ക് PDF ഫോർമാറ്റിൽ അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ CC നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് വേറൊരു ഇമെയിൽ ID കൂടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നൊരു ഓപ്ഷനാണ് മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. നമുക്കിപ്പോൾ ഈ ഒരു സെയിൽസിന് ശേഷം നമുക്കിപ്പോൾ പേയ്മെന്റ് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പേയ്മെന്റ് റിസീവ് ആയതിനു ശേഷം പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് ഫോമിലേക്കായിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. പേയ്മെന്റ് ഫോം ഇതിൽ കസ്റ്റമർ പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് പേജാണ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഒരു ഫോമിൽ നമുക്ക് നമ്മൾ സെയിൽ ചെയ്ത കസ്റ്റമറുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ ഏത് അക്കൗണ്ട്, ബൈ അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിലൂടെയാണ് നമുക്ക് പേയ്മെന്റ് കിട്ടിയത്, ആ പേയ്മെന്റ് അക്കൗണ്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡേറ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നമ്മളുടെ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പേയ്മെന്റിൽ നമ്മൾ സേവ് ചെയ്യുന്നത്. ആ ഒരു ഇൻവോയ്സിന്റെ ബാലൻസ് എമൗണ്ട് ഇവിടെ കാണാം. നമുക്ക് എത്ര എമൗണ്ട് ആണോ നമുക്ക് റിസീവ് ആയത് ആ എമൗണ്ട് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഈ ഒരു ഇൻവോയ്സിന്റെ ഫുൾ എമൗണ്ട് ആയിട്ടാണ് കസ്റ്റമർ പേ ചെയ്തെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പേ ഫുൾ എമൗണ്ട് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ എമൗണ്ട് ആയിട്ട് ഇവിടെ കാണിക്കും. അതിനുശേഷം നമുക്ക് നറേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നറേഷൻ ആഡ് ചെയ്തതിനു ശേഷം സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റിന്റെ ഈ ഒരു കസ്റ്റമർ പേയ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് അഡീഷണൽ ഓപ്ഷൻസ് ആണ്. അഡീഷണൽ മോർ ഓപ്ഷൻസിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് വരുന്നതാണ് അപ്ലൈ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അപ്ലൈ ക്രെഡിറ്റ് നോട്ട് ഞാൻ കുറച്ച് മുമ്പ് ക്രെഡിറ്റ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കസ്റ്റമറുടെ ഡീറ്റെയിൽസ്, ഈ ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും സെയിൽസ് റിട്ടേൺ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് പേയ്മെന്റ് ചെയ്തതിനു ശേഷം സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിൽസ് ക്യാൻസൽ ചെയ്ത, അതായത് സെയിൽസ് റിട്ടേൺ ചെയ്ത പേയ്മെന്റിന് നമ്മൾ റീഫണ്ട് കൊടുക്കാതെ ഈ ഒരു കസ്റ്റമർക്ക് തന്നെ അത് വേറൊരു ഇൻവോയ്സിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അപ്ലൈ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഏതൊക്കെ സെയിൽസ് റിട്ടേൺ ആണ് ഇനിയിപ്പോൾ ഉള്ളത് എന്നുള്ളത്. നമുക്കിപ്പോൾ ഈ ഒരു ഡ്യൂ എമൗണ്ട് ഇവിടെ കാണാം, എത്ര കസ്റ്റമറിന് ഇനി നമുക്ക് എത്ര പേ ചെയ്യണം എന്നുള്ളത് ഈ ഒരു ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കാണാം. അതുപോലെ ഈ ഒരു ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മളിനി കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ബാലൻസ് ആണ്, അതായത് സെയിൽസ് റിട്ടേൺ ചെയ്തതിന് ശേഷം റീഫണ്ട് ചെയ്യാനുള്ള എമൗണ്ട് ആണിത്. ആ ഒരു എമൗണ്ട് നമുക്ക് ഈ ഒരു ഇൻവോയ്സിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ക്രെഡിറ്റ് നോട്ട് ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് ഇതിനകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നൊരു ഓപ്ഷനാണ് കസ്റ്റമർ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കസ്റ്റമർ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളിപ്പോൾ
സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത കസ്റ്റമർ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കസ്റ്റമർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു അഡ്വാൻസ് അഡ്ജസ്റ്റ്മെന്റ് ടാബിൽ കാണാൻ പറ്റും. ഈ ഒരു ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് കസ്റ്റമർ പേ ചെയ്ത എമൗണ്ട് ആണ്. നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് എത്രയാണോ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മോർ ഓപ്ഷൻസിൽ നെക്സ്റ്റ് വരുന്നതാണ് ബാലൻസ് റൈറ്റ് ഓഫ്. ബാലൻസ് റൈറ്റ് ഓഫ് യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു കസ്റ്റമറിന് എമൗണ്ട് എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്യണം, അതായത് ബാഡ് ഡെപ്റ്റ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് പോലെയോ എന്തെങ്കിലും എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബാലൻസ് റൈറ്റ് ഓഫ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ബാലൻസ് റൈറ്റ് ഓഫ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ബാലൻസ് റൈറ്റ് ഓഫിൻ്റെ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ റെഫറൻസ് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അക്കൗണ്ട്, ഏത് അക്കൗണ്ടാണ്, ഇപ്പോൾ ഡിസ്കൗണ്ട് അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ ഏത് അക്കൗണ്ടാണോ നമ്മൾ ഇവിടെ റൈറ്റ് ഓഫിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആ അക്കൗണ്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാലൻസ് എമൗണ്ട്, കസ്റ്റമർ പേയ്മെന്റ് ചെയ്യാനുള്ള എമൗണ്ട് നമുക്കിവിടെ ബാലൻസ് എന്ന് പറയുന്നൊരു ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട് നെക്സ്റ്റ് ഫീൽഡിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാലൻസ് റൈറ്റ് ഓഫ് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബാലൻസ് റൈറ്റ് ഓഫിന് ശേഷം നമ്മൾ ഇവിടെ ഇതിൻ്റെ താഴെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇപ്പോൾ ബാലൻസ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് സെൻഡ് റിമൈൻഡർ മെയിൽ. സെൻഡ് റിമൈൻഡർ മെയിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കസ്റ്റമറിന് പേയ്മെൻറ്റ് ഡേറ്റ് ആയി അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും റിമൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാര്യങ്ങൾ നമുക്ക് മെയിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. സെൻഡ് റിമൈൻഡ് മെയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കസ്റ്റമർ ഡീറ്റെയിൽസ്, ബാക്കി കണ്ടന്റ് കാര്യങ്ങൾ, ആ ഇൻവോയ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറിന് റിമൈൻഡർ മെയിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പെക്റ്റഡ് പേയ്മെൻറ്റ് ഡേറ്റ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഡേറ്റ് നമുക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ നെക്സ്റ്റ് വീക്കിലേക്കാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ഡേറ്റ് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ക്രിയേറ്റ് റെക്കറിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ക്രിയേറ്റ് റെക്കറിംഗ് നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കറിംഗ് സെയിലായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ റിപ്പീറ്റഡ് വീക്കിലോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് മന്തിലോ അത് ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൺ ടൈം ആയിട്ട് തന്നെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് വെക്കാൻ റെക്കറിംഗ് ഇൻവോയ്സിലൂടെ നമുക്ക് സാധിക്കും. ക്രിയേറ്റ് റെക്കറിംഗ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും റെക്കറിംഗ് സെയിലിൻ്റെ ഒരു ഫോമാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെക്കറിംഗ് നെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡേറ്റ്, നമ്മൾ ഇൻവോയ്സ് ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിനുശേഷം റിപ്പീറ്റഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റിപ്പീറ്റഡ് എല്ലാ വീക്കും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് 1 എന്നുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഡേറ്റ് അനുസരിച്ച് അതിൻ്റെ ടൈം എങ്ങനെയാണോ ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഡേ വൈസ് ആണോ അല്ലെങ്കിൽ വീക്ക് വൈസ് ആണോ മന്ത് വൈസ് ആണോ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഇപ്പോൾ എക്സ്പയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെവർ എക്സ്പയർ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്നാണോ ആ ഒരു ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്കിവിടെ പേയ്മെൻറ്റ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സെയിൽസ് ഇൻവോയ്സിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഐറ്റം റേറ്റ്സ് ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെക്കറിംഗ് സെയിൽ കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. നെക്സ്റ്റ് മോർ ഓപ്ഷൻസിൽ വരുന്നതാണ് ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻവോയ്സിൻ്റെ തന്നെ മറ്റൊരു ഇൻവോയ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഇൻവോയ്സ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ഇൻവോയ്സിൻ്റെ ഫോമിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഫോമിൽ നമുക്ക് കസ്റ്റമർ ഡീറ്റെയിൽസ്, അതായത് കസ്റ്റമർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സ് വേറൊരു ഇൻവോയ്സ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷനാണ് പ്രിന്റ് ഡെലിവറി നോട്ട് എന്ന് പറയുന്നത്. പ്രിന്റ് ഡെലിവറി നോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഈ ഒരു ഇൻവോയ്സിൻ്റെ ഡെലിവറി നോട്ട് കാര്യങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിന്റ് ഡെലിവറി നോട്ട് കാര്യങ്ങൾ, ഡെലിവറി നോട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്, അതിൻ്റെ ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ്, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രിന്റ് ഓപ്ഷൻ ഉണ്ട്. പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക്
ഈ ഒരു ഫോം നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫോം. അതുപോലെ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പേപ്പർ സൈസ് ഫോർമാറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് മോർ ഓപ്ഷൻസിൽ വരുന്ന ഒരു ഫീച്ചറാണ് പ്രിന്റ് പാക്കിംഗ് സ്ലിപ്പ് എന്നുള്ളത്. പ്രിന്റ് പാക്കിംഗ് സ്ലിപ്പ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡെലിവറി നോട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത പോലെ നമുക്ക് പാക്കിംഗ് സ്ലിപ്പും കാര്യങ്ങളും നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോമിൽ നമുക്ക് പാക്കിംഗ് സ്ലിപ്പിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാം, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രിന്റ് മെനു ഇവിടെ വരുന്നുണ്ട്. പ്രിന്റ് മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് എടുക്കാം. അതുപോലെ ഈ ഒരു ഫോം നമുക്ക് എക്സ്പോർട്ട് PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് മോർ ഓപ്ഷനിൽ വരുന്നതാണ് ക്യാൻസൽ ഇൻവോയ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. എന്തെങ്കിലും കാരണത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻസൽ ഇൻവോയ്സ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്യാൻസൽ ഇൻവോയ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു സെയിൽസ് വ്യൂവിൽ വരുന്നത്.